ഓസ്ട്രേലിയയിൽ ബിരുദം പൂർത്തിയാക്കുക എന്നത് വലിയൊരു നേട്ടമാണ്. പഠനത്തിന് ശേഷം അവിടെ തന്നെ കരിയർ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഏറ്റവും മികച്ച മാർഗമാണ് ടെമ്പററി ഗ്രാജുവേറ്റ് വിസ. വിദ്യാർത്ഥി ജീവിതത്തിൽ നിന്ന് പ്രൊഫഷണൽ ലോകത്തേക്കുള്ള ഒരു പാലമായി ഈ വിസ പ്രവർത്തിക്കും. എന്താണ് ടെമ്പററി ഗ്രാജുവേറ്റ് വിസ എന്ന് നോക്കാം. ഓസ്ട്രേലിയയിൽ അംഗീകൃത കോഴ്സുകൾ പൂർത്തിയാക്കിയ വിദേശ വിദ്യാർത്ഥികൾക്ക് അവിടെ താമസിക്കാനും ജോലി ചെയ്യാനും പ്രവൃത്തി പരിചയം നേടാനും ഈ വിസ അനുവാദം നൽകുന്നുണ്ട്. ഇതിൽ പ്രധാനമായും 2 വിഭാഗങ്ങളാണുള്ളത്. അതിലൊന്ന് പോസ്റ്റ് ഹയർ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീമാണ്. ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഡോക്ടറൽ പ്രോഗ്രാമുകൾ പൂർത്തിയാക്കിയവർക്കുള്ളതാണത്. രണ്ടാമത്തേത് പോസ്റ്റ് വെക്കേഷണൽ എഡ്യൂക്കേഷൻ വർക്ക് സ്ട്രീമാണ്. വൊക്കേഷണൽ കോഴ്സുകളോ ട്രേഡ് പ്രോഗ്രാമുകളോ പൂർത്തിയാക്കിയുള്ളവർക്കാണ് ഇത്. നിങ്ങളുടെ വിദ്യാഭ്യാസ യോഗ്യത അനുസരിച്ചാണ് വിസ കാലാവധി നിശ്ചയിക്കുന്നത്. ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് 2 വർഷം വരെ, മാസ്റ്റേഴ്സ് ആൻഡ് ഡോക്ടറേറ്റ് 3 വർഷം വരെ, വെറ്റ് സ്ട്രീം സാധാരണയായി 18 മാസം വരെ. ചില പ്രത്യേക കരാറുകൾ പ്രകാരം ഇന്ത്യൻ ബിരുദധാരികൾക്ക് അധികമായി 12 മാസം കൂടി ലഭിച്ചേക്കാം. ഹോങ്കോങ് പൗരന്മാർക്ക് 5 വർഷം വരെ കാലാവധി ലഭിക്കും. അപേക്ഷിക്കുമ്പോൾ 35 വയസ്സിൽ താഴെയായിരിക്കണം പ്രായം. ഹോങ്കോങ് ബ്രിട്ടീഷ് നാഷണൽ ഓവർസീസ് പാസ്പോർട്ട് ഉടമകൾക്ക് ഇളവുകളുണ്ട്. കോഴ്സ് പൂർത്തിയാക്കി 6 മാസത്തിനുള്ളിൽ അപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. കുറഞ്ഞത് 2 അക്കാദമിക് വർഷമെങ്കിലും ദൈർഘ്യമുള്ള ക്രിക്കോസ് അംഗീകൃത കോഴ്സുകളായിരിക്കണം. IELTS, TOEFL അല്ലെങ്കിൽ PTE പരീക്ഷാ ഫലങ്ങൾ ഹാജരാക്കണം. മെഡിക്കൽ പരിശോധനകളും പോലീസ് ക്ലിയറൻസും നിർബന്ധമാണ്. ഈ വിസയ്ക്ക് ഓസ്ട്രേലിയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ഇമ്മി അക്കൗണ്ട് പോർട്ടൽ വഴി ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. ബിരുദ സർട്ടിഫിക്കറ്റ്, ട്രാൻസ്ക്രിപ്റ്റുകൾ, ഇംഗ്ലീഷ് ടെസ്റ്റ് ഫലം, പാസ്പോർട്ട്, ഹെൽത്ത് ആൻഡ് ക്യാരക്ടർ സർട്ടിഫിക്കറ്റുകൾ എന്നിവ കരുതുക. നിങ്ങളുടെ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള ശരിയായ സ്ട്രീം തിരഞ്ഞെടുക്കുക. ഇത് പിന്നീട് മാറ്റാൻ കഴിയില്ല. ഫോം പൂരിപ്പിച്ച് രേഖകൾ അപ്ലോഡ് ചെയ്യുക. അപേക്ഷാ ഫീസായി $2300 അടക്കണം. ഇത് നിലവിലെ നിരക്കാണ്. ഈ വിസ ലഭിക്കുന്നതോടെ നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ ഏത് തൊഴിലുടമയ്ക്ക് കീഴിലും ജോലി ചെയ്യാനുള്ള അവകാശം ലഭിക്കും. ഹയർ എഡ്യൂക്കേഷൻ സ്ട്രീമിലുള്ളവർക്ക് ഏത് മേഖലയിലും ജോലി ചെയ്യാം. എന്നാൽ വൊക്കേഷണൽ ഗ്രാജുവേറ്റ് അവരുടെ പഠന മേഖലയുമായി ബന്ധപ്പെട്ട ജോലികൾ തിരഞ്ഞെടുക്കുന്നതാണ് ഉചിതം. നേരത്തെ തന്നെ വിസയ്ക്ക് അപേക്ഷിക്കാൻ ശ്രദ്ധിക്കണം. സ്റ്റുഡൻറ്റ് വിസ കാലാവധി തീരുന്നതുവരെ കാത്തിരിക്കരുത്. അപേക്ഷിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കോഴ്സിന് അനുയോജ്യമായ സ്ട്രീം തന്നെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. ഈ വിസ കാലയളവിൽ നേടുന്ന പ്രവൃത്തി പരിചയം പിന്നീട് പെർമനന്റ് റെസിഡൻസ് നേടാൻ നിങ്ങളെ സഹായിക്കും. ഓസ്ട്രേലിയൻ തൊഴിൽ വിപണിയിൽ നിങ്ങളുടെ കഴിവ് തെളിയിക്കാനുള്ള വലിയൊരു അവസരമാണിത്. കൃത്യമായ ആസൂത്രണത്തിലൂടെ നീങ്ങിയാൽ ഓസ്ട്രേലിയയിൽ മികച്ചൊരു കരിയർ കെട്ടിപ്പടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ചുരുക്കത്തിൽ, ഓസ്ട്രേലിയയിൽ പഠനം പൂർത്തിയാക്കുന്ന ഓരോ വിദേശ വിദ്യാർത്ഥിക്കും തങ്ങളുടെ കരിയർ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള സുവർണാവസരമാണ് ടെമ്പററി ഗ്രാജുവേറ്റ് വിസ അല്ലെങ്കിൽ സബ് ക്ലാസ് 485. കേവലം ഒരു ജോലി ചെയ്യാനുള്ള അനുവാദം എന്നതിലുപരി ഓസ്ട്രേലിയയിലെ തൊഴിൽ സംസ്കാരം നേരിട്ടറിയാനും വിലപ്പെട്ട പ്രവൃത്തി പരിചയം നേടിയെടുക്കാനും ഈ വിസ നിങ്ങളെ സഹായിക്കും. കൃത്യസമയത്ത് അപേക്ഷിക്കുകയും ശരിയായ വിസ സ്ട്രീം തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നത് വഴി നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കാം. ഈ കാലയളവിൽ നിങ്ങൾ കെട്ടിപ്പടുക്കുന്ന പ്രൊഫഷണൽ ബന്ധങ്ങളും നേടുന്ന അനുഭവ പരിചയവും ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസമാക്കാനോ അല്ലെങ്കിൽ ആഗോളതലത്തിൽ മികച്ച അവസരങ്ങൾ നേടിയെടുക്കാനോ ഉള്ള ശക്തമായ അടിത്തറയായി മാറും. അതിനാൽ പഠനത്തോടൊപ്പം തന്നെ നിങ്ങളുടെ വിസ ഓപ്ഷനുകളെക്കുറിച്ചും വ്യക്തമായി പ്ലാൻ ചെയ്യുക.